എന്റെ രാവണൻ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ഹലോ മൈ ചോക്ലേറ്റ് ബോയ്. പെട്ടെന്ന് മറുവശത്തു നിന്നും വശ്യമായൊരു സ്ത്രീ ശബ്ദം കേട്ടതും രാവണൻ കണ്ണും തള്ളി ഇതാരെന്ന ഭാഗത്തോടെ ഫോണിലേക്ക് തന്നെ നോക്കി നിന്നു. ഹലോ സർ, ഇത്ര പെട്ടെന്ന് തന്നെ മറന്നോ? വീണ്ടും ആ ശബ്ദം ഓർത്തതും മീര. താങ്ക് ഗോഡ്, അപ്പൊ എന്നെ മറന്നിട്ടില്ല അല്ലേ? ഞാൻ വിചാരിച്ചു സാറിനെ വിളിക്കുന്നൊക്കെ. സാറ് വിളിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് വിളിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് മാനേജറെ പറഞ്ഞ് കാല് പിടിച്ച് സാറിന് നമ്പർ ഒപ്പിച്ചതാ. എല്ലാം കേട്ട് രാവണൻ തലക്ക് കൈ കൊടുത്തു. എൻ്റെ കുഞ്ഞീഷ്ണ, അല്ലെങ്കിൽ ഇടിയൊട്ടിൻ്റെ കാല് പാമ്പ് പിടിച്ച അവസ്ഥയാ. അതിലേക്ക് ഇനി ഇതിൻ്റെ കൂടെ കുറവേ ഉള്ളൂ. രാവണൻ മനസ്സിലോർത്തു. സാറെന്താ ഒന്നും മിണ്ടാത്തെ? എന്നോട് സംസാരിക്കാൻ മടിയാണോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാർ. സാറിന് എന്നോട് എന്തും പറയാം, എന്തും ചോദിക്കാം. നിന്റെ അസുഖം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി. അത് നീ വേറെ വല്ല ആമ്പിളിയുടെ അടുത്ത് പോയി എടുക്ക്, ശവം. മനസ്സിലാവളെ പ്രായിക്കൊണ്ട് രാവണൻ ഫോണൊന്നുകൂടെ ചെവിയിലേക്ക് അടുപ്പിച്ചു. അതുകൂട്ടി ഞാൻ കുറച്ച് ബിസിയാണ്, ഇപ്പൊന്നും പറയാനില്ല, ഞാൻ പിന്നെ വിളിക്കാം. അത്രയും പറഞ്ഞ അവിടെ മറുപടി കേൾക്കാതെ ഫോൺ കട്ട് ചെയ്തു. വീണ്ടും 2 പ്രാവശ്യം കോൾ വന്നെങ്കിലും രാവണൻ എടുത്തില്ല. ഫോൺ ഓഫ് ചെയ്ത് വെച്ചു. ബെഡിൽ ഹെഡ് ബോർഡിൽ ചാരിയിരുന്ന കണ്ണുകൾ അടച്ചു. അവൻ പെട്ടെന്ന് ഡോറിലെ മുട്ടയിട്ട് എഴുന്നേറ്റ് ചെന്ന് ഡോർ തുറന്നു. രാവണൻ മുന്നിലൊരു ചായക്കപ്പം പിടിച്ച് നാണത്തോടെ തലതാഴ്ത്തി നിൽക്കുന്ന മാളുവിനെ കണ്ട് നെറ്റി വിളിച്ച് അടിമുടിയൊന്ന് നോക്കിയവൻ. എന്താ ചായ? ഞാൻ താഴേക്ക് വരുന്നല്ലോ. അത് സാരല്ല, ദാ. നാണത്തോടെ അവന്റെ കയ്യിലേക്ക് നീട്ടി അവൾ അവനത് വാങ്ങി ബെഡിലേക്ക് തന്നെ ചെന്നു. മാള് പുറകെ ചെന്ന് അവന്റെ അടുത്തിരുന്നു. പതിയെ അവന്റെ കൈകളിൽ പിടിച്ചു. രാവണനൊരു പതർച്ചയോടെ അവളെ നോക്കി. ഇപ്പൊ വേദന എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഓഹ്, ഇപ്പോഴും കല്ലിച്ചെടുക്കാനുള്ള. ഒരു മിനിറ്റ്, ഞാൻ ഐസ് വെച്ച് തരാം. അതൊന്നും വേണ്ട, ഇപ്പൊ കുറവുണ്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാനിപ്പോ വരാം. അതും പറഞ്ഞ് മാള് താഴേക്ക് ഓടി. എന്നാലും എന്റെ കൃഷ്ണ, ഇവളുമാർക്കൊക്കെ ഇത് എന്തിന്റെ കേടാ? മനസ്സിലോർത്തുകൊണ്ട് കപ്പിലെ ചായ എടുത്ത് കുടിച്ചു. ചായ കുടിച്ച് പകുതിയായപ്പോഴേക്കും ആരോ മുന്നിൽ നിൽക്കുന്ന പോലെ തോന്നിയ രാവണൻ മുന്നോട്ട് നോക്കിയതും കണ്ടു. ഒരു കപ്പ് ചായയും പിടിച്ചു നിൽക്കുന്ന ഗോപുവിനെ. ഇതാരെ ചായ ഉണ്ടെന്നേ? അത് മാളു. അവളിങ്ങോട്ട് വന്നോ? ദാ ആ ചായ ഇതാ, എന്നിട്ട് ഇത് കുടിക്കേ. പാതി കുടിച്ച രാവണന്റെ കയ്യിലെ ചായക്കപ്പ് വാങ്ങി. എന്നിട്ട് അവൾ കൊണ്ടുവന്ന ചായ അവന്റെ കയ്യിലേക്ക് കൊടുത്തു. രാവണന്റെ മുഖത്തേക്ക് ഒരു പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് അവൻ കുടിച്ചു. പാതിയാക്കിയ കപ്പിലെ ചായ അവൾ കുടിച്ചു. രാവണൻ കുടിച്ച് ബാക്കിയാക്കിയത് കൊണ്ടാവും, ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ചിരിയോടെ നാണം കുണുങ്ങി പറയുന്നവളെ കണ്ട് രാവണൻ പുറത്തേക്ക് വന്ന് ചിരി അടക്കി പിടിച്ചു. എന്റെ കുഞ്ഞീഷ്ണ, ഇവൾമാർ ഇത്രയും വലിയ കാട്ടുകോഴികളായിരുന്നു. എന്താ ഓർക്കുന്നേ? ഏയ് ഒന്നുമില്ല. ചായ കുടിക്കേ. രാവണൻ അവൾ കൊണ്ടുവന്ന ചായ എടുത്ത് അല്പാൽപമായി കുടിച്ചു. പിന്നെ തന്റെ ഫോൺ എടുത്ത് ഓൺ ചെയ്ത് നോക്കി. അതിൽ മീരയുടെ ഒരുപാട് വാട്സാപ്പ് മെസ്സേജ് കണ്ടു. മുഖം ചുളിച്ച് രാവണൻ. എന്താ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല, വെറുതെ. അപ്പോഴേക്ക് രാവണന്റെ ഫോൺ വീണ്ടും റിങ് ചെയ്തു. എന്റെ കൃഷ്ണ, ഈ പിശാചി വിടുന്ന ലക്ഷണമില്ലല്ലോ. രാവണൻ കോള് കട്ട് ചെയ്തു. വീണ്ടും വീണ്ടും മീര കോൾ ചെയ്തു. അതെല്ലാം കട്ട് ചെയ്യുന്ന കണ്ട ഗോപു. ആരാ? എന്തിനെല്ലാം അത്യാവശ്യത്തിനായിരിക്കും. ഏയ് അതൊന്നുമില്ല. പിന്നെ ആരെങ്കിലും നിർത്താ വിളിക്കാൻ? കോൾ എടുത്തോ? ഏയ് അതൊന്നുമില്ല, അത് ഓഫീസിലൊരു സ്റ്റാഫാ, ചുമ്മാ വിളിക്കുന്ന. ഓ അത് ശരി. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ. അല്ല, സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ലേഡി സ്റ്റാഫാണോ? മീര. മീര എന്നെടുത്ത് സംസാരിച്ചു. അത് വലിയ ശല്യ. ഞാൻ നേരത്തെ എടുത്ത് പിന്നെ ഓഫ് ചെയ്ത് വെച്ചാ. ആണോ? എന്നാ ഫോൺ ചെയ്താ, ഇന്നത്തോളം അവിടെ അസുഖം ഞാൻ തീർത്തരാം. അയ്യോ അതൊന്നും വേണ്ട, ഇങ്ങത്താ. അതും പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യിലെ ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങി ഗോപു. മീരയുടെ കോൾ വന്ന ഗോപു ഫോൺ എടുത്തു. ഹലോ രാവണൻ, എന്താ കോൾ എടുക്കാത്തെ? ഞാൻ എത്ര വിളിച്ചു. റിയലി ഐ മിസ് യു ഡാർലിംഗ്. ഇനി എന്നാ ഡാർലിംഗ് ഇങ്ങോട്ട് വരുന്നേ? മീരയുടെ സംസാരം കേട്ട് ഗോപുവിന് അടിമുടി ഇരച്ചു കയറി. നിർത്തടി. പെട്ടെന്നൊരു സ്ത്രീ ശബ്ദം കേട്ടതും മീര ഫോണിലെ നമ്പറിലേക്ക് ഒന്നുകൂടെ നോക്കി. നീ എങ്ങോട്ടാടി ഒലിപ്പിച്ച് കയറുന്നേ? എന്റെ രാവണന്റെ ഫോണിലേക്ക് നീ എങ്ങനെ വിളിച്ചാ? എടി മോളെ, പിന്നെ നീ തീർന്ന് അവിടെ ഒരു ഡാർലിംഗ്. അതുവരെ നീ ആരടി? ഞാനേ ഈ രാവണൻ കിട്ടാൻ പോകുന്ന പെണ്ണ്. ഇനി എന്റെ ചെറുക്കിനെ വശത്താക്കി നീ വിളിച്ചാ നീ നോയിക്കോ. ഓ വെല്ലുവിളിയാണോ? ആണെന്ന് കൂടി ശവമേ. എന്നാ മോൾ കേട്ടോ, രാവൺ ഈസ് മൈ ചോക്ലേറ്റ് ബോയ്, ഓൺലി മൈൻ. അവനെ അധികം വൈകാതെ ഞാൻ എൻ്റെ പ്രാണനാക്കി മാറ്റും. നീ കാത്തിരുന്നോ? പറയുന്നത് ഈ മീരയാ. എന്നാ നമുക്ക് കാണാടി. എനിക്ക് ഈ ഗോപിക ആരാന്നറിയില്ല. മോളെടുത്ത് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. വെച്ച് പോടി, പറട്ടെ കിളവി കുട്ടി പിശാചേ. ഡീ ആരാ പോടി. വാട്സാപ്പിൽ നിനക്ക് നല്ലൊരു അടാറ് സംഭവം അയച്ചു തരാം. മോൾ അത് നോക്കി കിട്ടാത്ത മുന്തിരി ഓർത്തി ഇരിക്ക് കേട്ടോ. അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ഗോപു. രാവണൻ അവളെ തന്നെ വാ പൊളിച്ച് നോക്കി നിന്നു. ഗോപു ക്യാമറ ഓൺ ചെയ്ത് രാവണനെ നോക്കി 2 സെൽഫി എടുത്തു. രാവണന്റെ തോൾ കൈയിട്ടും കെട്ടിപ്പിടിച്ചു. ലാസ്റ്റ് ഒന്ന് രാവണൻ പോലും ഒട്ടും പ്രതീക്ഷിക്കാതെ അവന്റെ കവിൾ ചുംബിക്കുന്നു.
അതെല്ലാം അപ്പോൾ തന്നെ മീരയുടെ ഫോണിലേക്ക് അയച്ചു അവള്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇനി അവൾ ഈ വഴിക്ക് വരില്ല. ഗോപോ, ആരോ വിളിക്കുന്ന ശബ്ദം കേട്ടതും എന്നാ വരാം പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞടന്നു. ഡോറിനടുത്തെത്തി അവൾ തിരിഞ്ഞു നോക്കി. പിന്നെ അവളോട് പറഞ്ഞൊന്നും ചുമ്മാല്ല കേട്ടോ. നാണത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അവൾ ഓടിപ്പോയി. ഡോറിനടുത്തേക്ക് ചെന്ന് അവൾ പോകുന്ന നോക്കി തലയിൽ കൈവച്ചു രാവണൻ. അതേസമയം സ്റ്റെപ്പ് കയറി വരുന്ന മാളുവിനെ കണ്ടു. കയ്യിൽ ഐസ് ക്യൂബ് ഓയിൽമെന്റ് കൂടെ കണ്ടതും എന്റെ കുഞ്ഞീഷ്ണ മനസ്സിൽ വിളിച്ചുകൊണ്ട് ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് തോന്നിയ രാമൻ മാളു കാണാതെ മുറിയിൽ നിന്നിറങ്ങി അപ്പുറം മാറി നിന്നു. അവിടെ നിന്നുകൊണ്ട് മാള് മുറിയിൽ കയറുന്നു. തന്നെ കാണാത്തോണ്ട് മുറിയിൽ നിന്ന് താഴേക്ക് പോകുന്നെല്ലാം നോക്കി ഒന്ന് ശ്വാസം എടുത്ത് തിരിഞ്ഞതും മുന്നിൽ നിൽക്കുന്ന ധ്രുവനെ കണ്ട് ഞെട്ടലോട് ഉമിനീരിറക്കി ഒരടി പുറകോട്ട് നിന്നു. ധ്രുവന്റെ മിഴികൾ അപ്പോഴും അവന്റെ മുഖത്തെ കല്ലിച്ച് കിടക്കുന്ന പാണിലേക്കും ചുണ്ടിലെ മുറിവിലേക്കുമായിരുന്നു. തന്നെ നോക്കി നിൽക്കുന്നവനെ നോട്ടം താങ്ങാനാവാതെ രാവണന്റെ മുഖം താഴ്ന്നു നിന്നു. തന്റെ ഹൃദയം വല്ലാതെ മിടിക്കും പോലെ തോന്നി അവൾക്ക്. എന്റെ കൃഷ്ണ, എന്നെ എന്താ ഇങ്ങനെ നോക്കുന്നേ? ഇനി വല്ല സംശയം തോന്നിക്കാണോ? തല താഴ്ത്തിക്കൊണ്ട് അവൾ ചിന്തിച്ചു. പെട്ടെന്ന് തന്റെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് ധ്രുവൻ മുന്നോട്ട് നടന്നു. ഒരു നിമിഷം അവൾ വല്ലാതെ പകച്ചുപോയി. പേടി കാരണം ഒന്ന് ചോദിക്കാൻ പോലും അവളുടെ നാവ് ചലിച്ചില്ല. ധ്രുവന്റെ മുമ്പിലെത്തിയതും അവൾ പകപ്പോടെ തന്നെ അവനെ നോക്കി. ധ്രുവൻ രാവണയെ നോക്കിക്കൊണ്ട് അവനെ പിടിച്ച് ബെഡിലിരുത്തി. ശേഷം കബോർഡിൽ നിന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തു. അതിൽ നിന്ന് ഓയിൽമെന്റ് എടുത്ത് ഒരു കോട്ടൺ എടുത്ത് അതിലേക്കാക്കി അവന്റെ കവിളിലേക്കും ചുണ്ടിലേക്കും പതിയെ തേച്ചു കൊടുത്തു. ചുണ്ടിലെ മുറിയിലേക്ക് കോട്ടൺ വെച്ചതും അറിയാതെ രാവണൻ എരിവലിച്ചു. വേദന കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു പോയി അവനിൽ. ചുവന്ന് നിറഞ്ഞു തൂങ്ങിയ കണ്ണുകൾ കൊണ്ട് രാവണൻ ധ്രുവന്റെ മുഖത്തേക്ക് നോക്കി. തന്നെ ഇമോട്ടാ നോക്കി നിൽക്കുന്നവന്റെ മിഴികളും ദുർഗയുടെ മിഴികളും പരസ്പരം ഒന്ന് കോർത്തു. ധ്രുവൻ എന്തോ ഒരു പ്രത്യേകത തോന്നിപ്പോയി അവന്റെ നോട്ടത്തിൽ. മനസ്സിന്റെ ഏതോ ഒരു പ്രേരണയിൽ രാവണന്റെ മിഴികളിലേക്ക് അവന്റെ മിഴികൾ ഒന്നുകൂടെ അടുപ്പിച്ചു. ഒരു നിമിഷം രാവണന്റെ മിഴികളിലേക്ക് തന്നെ മിഴികൾ ആഴ്ന്നിറങ്ങും പോലെ തോന്നി ധ്രുവന്. അവന്റെ ഗന്ധവും നോട്ടവുമെല്ലാം ദുർഗയുടെ ശരീരത്തെ അടിമുടി ഒരു തണുപ്പ് ഇരച്ചു കയറും പോലെ അനുഭവപ്പെട്ടു. തൊണ്ട വറ്റിപ്പോകും പോലെ. പെട്ടെന്ന് ശബ്ദം കേട്ട ഭാഗത്തേക്ക് രണ്ടുപേരും തിരിഞ്ഞു നോക്കി. ഡോറിൽ ചാരി നിൽക്കുന്ന നിരഞ്ജനെ അപ്പോഴാണ് രണ്ടുപേരും കണ്ടത്. രണ്ടുപേരും സ്വഭാവത്തിലേക്ക് വന്നു. രാവണ, നീ പോയി ഡേറ്റ് വാ, നമുക്കൊന്ന് പുറത്തേക്ക് വാ. ധ്രുവ, ഡോക്ടർ അശോകനൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. നമുക്ക് അവിടെ വരുന്നത് പോവാം. ഓക്കെ. ഏട്ടാ, ഞാൻ വരണോ? പെട്ടെന്ന് അവന്റെ ഏട്ടാന്ന് വിളി നിരഞ്ജൻ അവനോട് വല്ലാത്ത വാത്സല്യം തോന്നി. ആ, നീ കൂടെ വന്നോ, ഇല്ലെങ്കിൽ ഇവിടെയുള്ള ആരെങ്കിലും നിനക്ക് കയറി ഇടിച്ചാലോ? ഒരു ചിരിയോടെ പറഞ്ഞു നിരഞ്ജൻ. അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോയി രാവണൻ പോകുന്ന എന്തോ ഒരു പ്രത്യേകതയുള്ളത് പോലെ നോക്കി നിന്നു ധ്രുവൻ. എന്താ മോനെ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഞാൻ കുറെ ആയിട്ട് കാണുന്നു. അവനൊരാണാ, അത് നീ മറക്കരുത്. എത്രയോ സുന്ദരികളാ പെൺകുട്ടികളുടെ, എന്നിട്ടും നിനക്ക് ആണിനെ തന്നെ. വാട്സ്? ഓ, ഒന്നും അറിയാത്ത പോലെ. ഞാൻ കണ്ണും നോക്കിക്കുന്നത് ഇപ്പ്. ഞാൻ വന്നില്ലെങ്കിൽ നീ അവനെ കയറി ഫ്രഞ്ച് അടിച്ചോടാ കോപ്പേ. ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. ഓ, ഞാൻ പറയുമ്പോൾ നിനക്ക് കൊടുക്കുന്ന ചാട അവൻ നീ കാണിക്കുന്നോ? ഞാൻ അവനെ നോക്കിയെന്നത് സത്യ, പക്ഷെ നീ കരുതുമ്പോൾ അവനെ കയറി പ്രേമിച്ചിട്ടല്ല. പിന്നെ എന്താണെന്ന് എനിക്കറിയില്ല, എന്തോ ഒരു പ്രത്യേകത അവനുണ്ട്. അതിനെ ഞാനും പറഞ്ഞേ, ഇതാണ് പ്രേമം. കണ്ണും നോക്കിക്കുന്ന പ്രേമം കേട്ടിട്ടില്ലേ? കണ്ണും തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. ഓ, ഒന്ന് നിർത്തുന്നുണ്ടോ നീ? ഷടപ്പ്. നിനക്ക് ബുദ്ധിയില്ലെന്ന് കരുതി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചുണ്ടാക്കേണ്ട. എടാ ധ്രുവ, ഇതൊക്കെ ഇന്നത്തെ കാലത്ത് സാധാരണയല്ലേ? എന്റെ ബലമായിട്ടുള്ള സംശയം അവനെങ്ങാനും ഇനിയൊരു ഗേ ആണോന്നാ. അല്ല, എന്റെ സംശയം പറഞ്ഞേ ഉള്ളൂ. എന്നാ അധികം നീ സംശയിക്കണ്ട, ചെന്ന് റെഡിയാവും, ഇപ്പൊ തന്നെ പോവാം. ആ, എന്നാ ശരി പറഞ്ഞുകൊണ്ട് നിരഞ്ജൻ അവന്റെ മുറിയിലേക്ക് പോയി. ധ്രുവൻ തന്നെ മുന്നിലുള്ള കണ്ണാടിയിലേക്ക് നോക്കി. എന്താ അവനിൽ ഇത്രമാത്രം പ്രത്യേകമായി തോന്നാൻ കാരണം? അവനൊരു പുരുഷനായിട്ട് പോലും. അവനെന്ത് കരുതിയാവും? പക്ഷെ അവന്റെ കണ്ണിലെ തിളക്കം, അതിൻ്റെ ആഴങ്ങളിലേക്ക് വീണ്ടും എൻ്റെ മിഴികൾ പോലും കുടുങ്ങിപ്പോയത് എന്തുകൊണ്ടാണ്? അതിന് മാത്രം ആരാണ് എനിക്കവൻ? ചിന്തിച്ചുകൊണ്ട് തന്നെ മുടികളിലൂടെ കൈകൾ കോർത്തു വലിച്ചു അവൻ. ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിൽ രാവണന്റെ മിഴികൾ അവൻ പോലും അറിയാതെ ധ്രുവന്റെ മുഖത്തേക്ക് വന്നെത്തുന്നുണ്ടായിരുന്നു. ആരും കണ്ടില്ലെങ്കിലും എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും അവനിലേക്കുള്ള നോട്ടം പിടിച്ചെടുത്താൻ ദുർഗയ്ക്ക് കഴിഞ്ഞില്ലെന്ന് തന്നെ പറയാം. പെട്ടെന്ന് വാഹനം ബ്രേക്ക് ഇട്ടതും രാവണൻ കോ ഡ്രൈവിംഗ് സീറ്റിലേക്കും ധ്രുവനും മുന്നോട്ട് അല്പം മാഞ്ഞു. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് നിരഞ്ജൻ മുന്നോട്ട് നോക്കിയതും കണ്ടു ചെവിയും പൊത്തിപ്പിടിച്ച് നിൽക്കുന്ന രണ്ട് പെൺകുട്ടികളെ. രണ്ടുപേരും ധാവണിയാണ് വേഷം. നിരഞ്ജൻ അടിമുടി ഇരച്ചു കയറാൻ അധികം സമയം വേണ്ടി വന്നില്ല. ദേഷ്യത്തോടെ സീറ്റ് ബെൽറ്റ് ഊരി ഡോർ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. നിനക്കൊക്കെ ചാടിച്ചാൻ വേറെ ആദ്യം വണ്ടി കണ്ടില്ലടി കോപ്പേ, രാവിലെ തന്നെ കെട്ടിയൊരുങ്ങി ഇറങ്ങിക്കോളൂ. രാവണൻ മുന്നോട്ടാഞ്ഞതും അവന്റെ തല മുന്നിലെ സീറ്റിൽ ചെന്ന് ഇടിച്ചിരുന്നു.
തലയെന്ന് ഒഴിഞ്ഞുകൊണ്ട് നോക്കിയ രാവണൻ കാണുന്നത് 2 പെൺകുട്ടികളെ അവരോട് ദേഷ്യപ്പെടുന്ന നിരഞ്ജനയുമാണ്. അവൾ അവരെ തന്നെ ഉറ്റുനോക്കി. എടോ, താൻ കുറെ നേരം കിടന്ന് ചാടുന്നു, തനിക്ക് മൊത്തം 2 ഉണ്ടക്കണ്ണുണ്ടല്ലോ. അതിലെ ഒരു പെൺകുട്ടി നിരഞ്ജന നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദേഷ്യപ്പെട്ടു. ഡേയ്, വലിയ വാരി വർത്താനം പറയുന്നോടി പറഞ്ഞുകൊണ്ട് നിരഞ്ജന അവിടെ വിരൽ പിടിച്ച് തിരിച്ചു. വേദനയിൽ അവൾ അലറിക്കൊണ്ട് മുഖം തിരിച്ചു. വരുണി, ഇവളെന്താ ഇവിടെ? കാറിൽ നിന്നെല്ലാം കണ്ടുകൊണ്ടിരുന്ന രാവണൻ പെട്ടെന്ന് മുഖം തിരിച്ചപ്പോഴാണ് അത് വരുണിയാണെന്ന് കണ്ടത്. പറയടി, ഇനി നിന്റെ നാവ് ചലിക്കുന്നത് എനിക്കൊന്ന് കാണണം. വീട്ടിലാ കാലമാടാ. എന്തു പറഞ്ഞടി? കാലമാട നിന്റെ തന്തയാടി, പുൽച്ചാടി, മരത്തലയെത്തി, മത്തങ്ങാമോറി. കാറിൽ നിന്നെല്ലാം കാണുന്ന രാവണൻ ഡോറിന്ന് പുറത്തേക്ക് എന്നു. ഏട്ടാ വേണ്ട, വിട്ടേക്ക്, ചെറിയ കുട്ടികളല്ലേ. പെട്ടെന്ന് രാവണന്റെ ശബ്ദം കേട്ടതും വരുണി തിരിഞ്ഞു നോക്കി. രാവണനെ കണ്ടതും അത് ദുർഗയാണെന്ന് മനസ്സിലായതും അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തുളുമ്പി. രാവണൻ പറയുന്ന കേട്ട് നിരഞ്ജൻ വരുണിയെ നോക്കി. ശേഷം കൂടെയുള്ള ലക്ഷ്മിയെ, ദാ കണ്ടോ, ഇവളെ പോലെയല്ലേ അവളും, പക്ഷേ ഇവളുടെ നാക്കിന് കുറച്ച് എല്ല് കൂടുതലാ. വരുണി നിരഞ്ജനെ ദേഷ്യത്തോടെ നോക്കി. എടോ, എന്നെ വിടുന്ന തനിക്ക് നല്ല ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യോടി? പറയടി, നീ എന്ത് ചെയ്യും? എടോ വേണ്ട, എന്നെ വിട്ടേക്ക്. അങ്ങനെ നിന്നെ ഞാൻ വിടാൻ കരുതിയിട്ടില്ല. നീ എന്ത് ചെയ്യുന്ന അറിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. വരുണി ദേഷ്യത്തോടെ നിരഞ്ജനെ നോക്കി. പെട്ടെന്ന് നിരഞ്ജന മുഖത്തേക്ക് അവൾ തുപ്പി. നീ മുഖത്തേക്ക് നോക്കി തുപ്പുന്നോടി പറഞ്ഞുകൊണ്ട് അവിടെ അടുത്തേക്ക് ആഞ്ഞതും കല്ല് തടഞ്ഞ് നിരഞ്ജൻ വീഴാനാഞ്ഞു. വരുണിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളും ബാലൻസ് ഇട്ടാൽ നിലത്തേക്ക് വീണു. അവൾ വീണ് നിരഞ്ജന ദേഹത്തേക്കായതുകൊണ്ട് കൂടുതലൊന്നും പറ്റിയില്ല. എണീറ്റ് മാറടി. നിരഞ്ജന അലർച്ച കേട്ട് വരുണി വേഗം ചാടി എണീറ്റു. ഇതെല്ലാം കണ്ട ദുർഗക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ വരുണിയെ ദയനീയമായി നോക്കി നിന്നു. കാറിൽ നിന്ന് ഇതെല്ലാം കണ്ട ധ്രുവന്റെ ചുണ്ടുകളിൽ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. ഡീ മുനീത് മാറടി. വരുണി രണ്ടും കൽപ്പിച്ച് വാവിട്ട് കരഞ്ഞു. ഓ, ഒന്ന് നിർത്തടി, അവളുടെ ഒരു ചീവീടിന്റെ ശബ്ദം. നിരഞ്ജൻ പറയുന്നേട്ട് അവൾ ഒന്നുകൂടെ ഉച്ചത്തിൽ അലറി. നിരഞ്ജനി ഇതെന്ത് ജീവി എന്ന് കണക്കെ വാ പൊളിച്ച് അവളെ നോക്കി. നീ കരച്ചിൽ നിർത്താൻ. ഓ പണ്ടാരെ കുടുങ്ങി, നിന്റെ വായിൽ വല്ലതും കുത്തിക്ക് വെച്ചണം. മിണ്ടാടിക്കടി. അവളുടെ കരച്ചിൽ കേട്ട് അടുത്തുള്ള ആളുകൾ അങ്ങോട്ട് വന്നു. എന്താ അവിടെ പ്രശ്നം? ഒരാൾ വരുണി നോക്കി ചോദിച്ചു. ഏയ് ഒന്നുമില്ല ഏട്ടാ, നിരഞ്ജൻ മറുപടി പറഞ്ഞു. ഉണ്ടിയേട്ടാ, പ്രശ്നമുണ്ട്. ഇയാളെന്നെ പറഞ്ഞുകൊണ്ട് വാവിട്ട് കരഞ്ഞു അവൾ. നിരഞ്ജൻ അവൾ എന്താണ് പറയാൻ പോകുന്നതെന്നുള്ള അമ്പരപ്പോടെ നോക്കി നിന്നു. ദുർഗയെ അവളുടെ പ്രവൃത്തി കണ്ട് വാ പൊളിച്ചു. പറയൂട്ടി, എന്താ അയാൾ മോളെ ചെയ്തു? അത് ചേട്ടാ, ഇയാളെന്നെ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കി. പക്ഷെ ഭാഗ്യം കൊണ്ട് ഞാൻ നിലത്തേക്ക് വീണതേ ഉള്ളൂ. പക്ഷെ എന്റെ കൈ ഒടിഞ്ഞെന്നാ തോന്നുന്നു. എടി കള്ളി, കണ്ടോ ചേട്ടാ, ഇയാൾ തള്ളിയിട്ടും പോരാ, എന്നെ കള്ളി എന്ന് വിളിക്കുക. മര്യാദയ്ക്ക് കുട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അതിന് വേണ്ട കാശ് കൊടുത്ത് ചികിത്സ നൽകണം. ഇല്ലേ തനിക്കൊരു ഞങ്ങൾ സാക്ഷിയാണെന്ന് പറഞ്ഞ് കേസ് കൊടുക്കും. ചേട്ടാ, അതിന് ഞാൻ ഈ കുട്ടിയൊന്നും ചെയ്തിട്ടില്ല. താൻ ഇനി കൂടുതലൊന്നും പറയണ്ട, ഞങ്ങൾ പറയുന്ന അങ്ങോട്ട് താൻ അനുസരിച്ചാൽ മതി. നിരഞ്ജൻ ധ്രുവനെ നോക്കി. കോ ഡ്രൈവ് സീറ്റിൽ ഇരുന്ന് അപ്പോഴും തങ്ങൾ നോക്കി ചിരിക്കുന്നുണ്ട്. നിരഞ്ജൻ ദേഷ്യത്തോടെ വരുണിയെ അടിമുടി നോക്കി. ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കണം, അത്രയല്ലേ വേണ്ട. താരാവണം, ഇവളെയും കൂടുതലും പിടിച്ച് കാറി കയറ്റ്. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് മോൾക്ക് വേണ്ട ചികിത്സ കൊടുക്കാം. അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. വരുണിന്റെ മനസ്സിൽ അപ്പോഴും തന്റെ ദുർഗ ചേച്ചിയോട് എങ്ങനെയും ഒന്ന് സംസാരിക്കണം എന്നൊറ്റ ചിന്തയായിരുന്നു. കുട്ടി, നിങ്ങൾ അവർ ഹോസ്പിറ്റലിൽ എത്തിക്കും, ബില്ല് മുഴുവൻ ഇവൻ തന്നെ കൊടുക്കും, നിങ്ങൾ ചെല്ല്. കൂടി ഇന്നലെ ഒരാൾ പറഞ്ഞു. നിരഞ്ജനെ അയാളൊന്ന് ഇരുത്തി നോക്കി കാറിലേക്ക് കയറി. നാശം. വരുണി സന്തോഷത്തോടെ രാവണ നോക്കി ഒന്ന് കണ്ണിറുക്കി കാണിച്ചു. ഹോസ്പിറ്റലിൽ എത്തുന്നവരെ ആരും ഒന്നും മിണ്ടിയില്ല. ഏയ് വേഗം നിനക്ക് ഡോക്ടറെ കാണിക്കണ്ടേ? നിന്റെ ഒടിഞ്ഞ കൈ ഇപ്പം തന്നെ ശരിയാക്കാം, വേണമെങ്കിൽ ഒരു ഓപ്പറേഷൻ കൂടി നടത്തിത്തരാം. നിരഞ്ജൻ പറയുന്നേട്ട് വരുണി അവനെ പല്ലിടിച്ച് കാണിച്ച് ഡോർ തുറന്ന് ലക്ഷ്മിയും കൂട്ടി ഓടി. നിരഞ്ജൻ പെട്ടെന്ന് അവിടെ പ്രവൃത്തിയിൽ ഞെട്ടിയെങ്കിലും അവിടെ പുറകെ പോകാൻ നിന്നും ധ്രുവൻ അവന്റെ കയ്യിൽ പിടിച്ചു. നിനക്കെന്താടാ ഭ്രാന്താണോ? വീട്ടുകളാ, നീ വാ, നമുക്ക് അശോകനെ കണ്ട് സംസാരിക്കാം. ധ്രുവൻ പറഞ്ഞതിന് മറുത്തൊന്നും പറയാതെ അവൻ സമ്മതം മൂളി. നീ ഇവിടെ നിൽക്ക്, ഞങ്ങളിപ്പോ വരാം, കൂടെ വന്നെങ്കിൽ വരാം. ഇല്ല, ഏട്ടൻ പോയിട്ട് വാ, ഞാനിവിടെ നിന്നോളാം. എന്നാ ശരി പറഞ്ഞുകൊണ്ട് നിരഞ്ജനും ധ്രുവനും നടന്നു നീങ്ങി. രാവണൻ കാറിൽ നിന്നിറങ്ങി ചുറ്റും നോക്കി. കൃഷ്ണ, ഈ പെണ്ണിത് എങ്ങോട്ട് പോയി? ചേച്ചി ചിന്തിച്ചുകൊണ്ട് നിന്നപ്പോഴേക്കും പുറകിൽ അവളുടെ വിളി കേട്ട് രാവണൻ തിരിഞ്ഞു നോക്കി. എന്റെ വരുണി, നീ ഇത് എന്ത് കരുതിയിട്ടാ? നിനക്ക് ശരിക്കും അറിയില്ല അവരെ. സോറി ചേച്ചി, എനിക്ക് എങ്ങനെയും ചേച്ചിക്കണം സംസാരിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ശരി, ഇനി ഇങ്ങനെയുള്ള കുനിഷ്ടൊന്നും കാണിക്കരുത്. ഇല്ലേ ചേച്ചി, ചിരിയോടെ പറഞ്ഞു വരുണി. അല്ലേ ചേച്ചി, ഞാൻ നേരത്തെ ശ്രദ്ധിച്ചു. ഇതെന്താ ഈ മുഖത്ത് കാണുന്ന ചുണ്ടുപൊട്ടിയതൊക്കെ?
അത് പിന്നെ ഞാനത് കാലിന് വീണ. അയ്യോ ശ്രദ്ധിക്കണ്ടേ ചേച്ചി. ഏയ് അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ഉണങ്ങിയിട്ടുണ്ട്. എന്നാലും ഇനിയെങ്കിലും ശ്രദ്ധിക്കണേ ചേച്ചി. അതൊക്കെ ചേച്ചി നോയിക്കോളാം മോളെ. ധ്രുവനും നിരഞ്ജനും തിരിച്ചെത്തുന്നവരെ വരുണിയുമായി സംസാരിച്ചു ദുർഗ മുത്തശ്ശിയുടെ വിവരങ്ങളെല്ലാം. തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ രാവണന്റെ ഉള്ളിൽ നിറഞ്ഞ സന്തോഷമുണ്ടായിരുന്നു. വരുണിയെ കാണാനും സംസാരിക്കാനും കഴിഞ്ഞതിൽ. ദിവസങ്ങൾ ഓരോന്ന് കടന്നുപോയി. മഹാലക്ഷ്മിക്കും സുഭദ്രയ്ക്കും നന്ദിതക്കും രാവണനോട് പ്രത്യേക വാത്സല്യം തന്നെയാണ്. ഇന്ദ്രിയത്ത് ഹോസ്പിറ്റലായതിനാൽ കാർത്തികയും സരസ്വതിയും അവിടെ ആയതുകൊണ്ട് ഇവിടെ എല്ലാവരും സന്തോഷത്തോടെ കടന്നുപോയി. ഒരു ദിവസം തന്നെ മുറിയിലിരുന്ന് രാവണൻ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആരോ മുറിയിലേക്ക് വന്ന പോലെ തോന്നിയതും തലവരുത്തി നോക്കിയ രാവണൻ കാണുന്നത് മുന്നിൽ നിൽക്കുന്ന സേതുലക്ഷ്മിയും സ്വാസികയുമാണ്. എന്താ രാവണ, നിനക്ക് സുഖാണോ? അവരുടെ പരിഹാസത്തോടെയുള്ള സംസാരം കേട്ട് രാവണൻ കേൾക്കാത്ത മട്ടിൽ ഫയലെടുത്ത് വീണ്ടും അതിലേക്ക് നോക്കി. ഡാ, രാവണന്റെ പ്രവൃത്തിയിൽ ദേഷ്യത്തോടെ വിളിച്ച് സേതു. നിനക്കെന്താണ് ഇത്രക്ക് പുച്ഛം? ഓ, ഇപ്പൊ ഈ തറവാട്ടിലെ വലിയ നന്മവരാണല്ലോ നീ. കണ്ടോ, ഒരു ദിവസം വെട്ടി വീഴ്ത്തു നിന്നെ. അങ്ങനെയൊന്നും പറയാതെ അമ്മേ, പാവം പേടിച്ചു പോവും അല്ലേ രാവണ? രാവണനെ നോക്കി പറയുമ്പോഴും സ്വാസികയുടെ കണ്ണുകൾ അവനെ അടിമുടി വശ്യമായിക്കൊണ്ട് തന്നെ നോക്കി. ഡാ, നീ ഇനി അധികാരം ഇവിടെ വാഴില്ല. വെറും വിരലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമേ നിനക്കും നിന്റെ യജമാനന്മാരായ അവർക്കും ഉണ്ടാവൂ. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? പുറകിലെ ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ട് നോക്കി. ഡോറിനടുത്ത് നിൽക്കുന്ന മാളുവും ഗോപുവും ദേവും സ്വാതിയും. ദേവും മുന്നോട്ട് കയറി വന്നു. എന്താ സേതു അപ്പച്ചി? സരസ്വതി അപ്പച്ചിക്ക് ഇനി സേതു അപ്പച്ചിക്കും വേണോ? ഡീ, എനിക്ക് തന്നെ ചിലക്കുന്നോടി നീ. ചിലക്ക് മാത്രമല്ല, വേണ്ടി വന്നാ നീ എന്തു പറഞ്ഞടി? പറഞ്ഞുകൊണ്ട് സേതു അവൾക്ക് നേരെ കൈ ഉയർത്തിയതും. തൊട്ട് പോര് തന്നെ. എന്നെ അടിക്കാൻ തോന്നുന്നുണ്ട് അപ്പച്ചിക്ക്. എന്നൊന്ന് തൊട്ട് നോക്ക്. എൻ്റെ 2 ഏട്ടന്മാരുണ്ട് അപ്പുറത്ത്. ധ്രുവന്റെ മുഖമോർത്തവും സേതുവിന്റെ കൈ താനേ താഴ്ന്നു വന്നു. ചേട്ടൻ വാ, നമുക്ക് അമ്പലത്തിൽ പോവാം. ഇവരെപ്പോഴുള്ളവരുടെ വാക്കിട്ട് നിൽക്കേണ്ട കാര്യമൊന്നും ചേട്ടനില്ല. പറഞ്ഞുകൊണ്ട് ദേവ് രാവണന്റെ കൈ പിടിച്ചു വലിച്ച് പുറത്തേക്ക് നടന്നു. മുത്തശ്ശി, ആളിരിക്കുന്ന മുത്തശ്ശിയെ നോക്കിക്കൊണ്ട് വിളിച്ച് ദേവ്. എന്താ മക്കളെ, എങ്ങോട്ടാ എല്ലാവരും കൂടെ? മുത്തശ്ശി, ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയി വരാം. ആ, അതിനെന്താ, വേഗം ചെല്ല്. നേരെ ഇരുട്ടുമ്പോൾ ഇങ്ങോട്ട് വന്നേക്കണം. ശരി മുത്തശ്ശി. ശരിയോടെ പറഞ്ഞ് എല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് നടന്നു. ഓരോ കളിതമാശകൾ പറഞ്ഞ് നടന്നു നീങ്ങി അവർ. ഇടക്കൊക്കെ മാളുവിന്റെയും ഗോപുവിന്റെയും പ്രണയാർദ്രമായ നോട്ടം കണ്ട് രാവണന് ചിരി വന്നെങ്കിലും അതൊക്കെ അടക്കി പിടിച്ചു. അമ്പലത്തിൽ തൊഴുത് ദീപാരാധനയും കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങിയപ്പോഴേക്കും അല്പസമയമായിരുന്നു. തിരിച്ച് കളിതമാശകൾ പറഞ്ഞ് നടക്കുമ്പോഴാണ് ഒരു ഷെഡിനടുത്തായി 4 പേര് അവരെ തന്നെ വഷളം ചിരിയോടെ നോക്കി നിൽക്കുന്നത് കണ്ടത്. അവരെയൊന്നും ഗൗനിക്കാതെ നടന്നു ആ 4 പേര് അവരുടെ മുന്നിലേക്ക് വന്നു. മക്കളെ എങ്ങോട്ടാ ഈ ഒരുത്തനെയും കൊണ്ട്? നിങ്ങൾ 4 പേർക്ക് മാത്രമൊന്നും ഇവനില്ലല്ലോ. വഴിമാറാ. ഓ, ഞാൻ നോക്കടാ, അവരെ പറയുമ്പോഴേക്കും ചെറുക്കിന് ദേഷ്യം വരുന്നുണ്ട്. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ഒരുമിച്ച്. പറഞ്ഞു തീരും മുമ്പേ രാവണന്റെ കൈകൾ അയാളുടെ കവിളിൽ പതിഞ്ഞിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.